നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതുകൊണ്ടാണ് അയാൾ ലോകത്തിലെ ഒരേ ഒരു രാജാവായത്. ഇത് മെസ്സിയുടെ കഥ. അദ്ദേഹത്തിന് 35 വയസ്സുള്ളപ്പോൾ ലോകകപ്പ് ഉയർത്തി ലോകത്തോട് പറഞ്ഞു, തൻ്റെ അവസാന മത്സരമാണിത്. താൻ ആഗ്രഹിച്ചതൊക്കെ ഫുട്ബോൾ എന്ന ലോകത്ത് നിന്ന് തനിക്ക് ലഭിച്ചു. എന്നാൽ ഫുട്ബോളിൻ്റെ എക്കാലത്തെയും മികച്ച കളിക്കാരനെ കളിക്കളത്തിന് പുറത്തു നിർത്താൻ ലോകം അനുവദിച്ചില്ല. 4 വർഷങ്ങൾക്ക് ശേഷം 39-ാം വയസ്സിൽ അയാൾ വീണ്ടും ഇതാ തൻ്റെ ടീമിനെ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ചിരിക്കുന്നു. ലയണൽ മെസ്സി തൻ്റെ 31-ാം വയസ്സിൽ ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം കളിച്ചപ്പോൾ സഹതാരങ്ങളും ലോകമാധ്യമങ്ങളും വന്നു പറഞ്ഞു, ലയണൽ മെസ്സിയുടെ അവസാന മത്സരമാണ്. അയാൾക്ക് 31 വയസ്സായി. ഇക്കുറി ലോകകപ്പ് ഇംഗ്ലണ്ട് തൂക്കുമെന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. എന്നാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മെസ്സി മാജിക്. മെസ്സിയുടെ 2 അസിസ്റ്റുകൾ ദക്ഷിണ അമേരിക്കൻ ടീമിനെ ഒടുവിൽ ലോകകപ്പ് ഫൈനലിൽ എത്തിക്കുന്നു. ഇതോടെ 2026 ലോകകപ്പിൽ മെസ്സിയുടെ അസിസ്റ്റുകളുടെ എണ്ണം 4 ഉയർന്നു. ഇക്കഴിഞ്ഞ കളിയിലെ ഏറ്റവും മികച്ച 2ാമത്തെ അസിസ്റ്ററും ടോപ്പ് സ്കോററും. ഈ വരുന്ന ഞായറാഴ്ച ന്യൂജേഴ്സിയിൽ നടക്കുന്ന ഫൈനൽ മത്സരം. ബാഴ്സലോണയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളിച്ച രാജ്യമാണ് സ്പെയിൻ. സ്പെയിനെ അർജന്റീന നേരിടും. മെസ്സി സ്പെയിനിനെ നേരിടുമെന്നർത്ഥം. ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് അന്ന് കളിക്കളത്തിലിറങ്ങുന്നത്. അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഇനി മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഭൂരിഭാഗം സ്പെയിൻകാരും ലയണൽ മെസ്സിയെ അത്രയധികം സ്നേഹിക്കുന്നു. എന്നാൽ ദേശസ്നേഹം ഒന്നുകൊണ്ട് മാത്രം അവർ സ്പെയിനിന് വേണ്ടി കൈയടിക്കും. അർജന്റീനയ്ക്ക് ലയണൽ മെസ്സിയുണ്ട്, അവരുടെ എല്ലാ കാലത്തെയും മികച്ചവൻ. അതുതന്നെയാണ് ലോകകപ്പ് ഫൈനൽ മത്സരവും ഇക്കുറി ഏറെ ശ്രദ്ധേയമാക്കുന്നത്. അതെ, ഫുട്ബോളിൻ്റെ ഈ നിമിഷങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ രാജാവായി വാഴിക്കുന്നതും. ഓരോ 3 ലയൺസ് ആരാധകരും ഇന്നലെ അത്ഭുതത്തോടെയാണ് മെസ്സിയുടെ നീക്കങ്ങൾ നോക്കിക്കണ്ടത്. ഈ വേനൽക്കാലത്ത് മെസ്സി നേടിയത് 21 ഗോളുകൾ. ആകെ അർജന്റീനയ്ക്ക് ലഭിച്ച 125 ഗോളുകളിൽ 21 മെസ്സിക്ക്. ലോകകപ്പുകളിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോററായി മെസ്സി ഉയർന്നു. അതെ, അദ്ദേഹത്തിൻ്റെ 35-ാം ജന്മദിനത്തിന് ശേഷം മെസ്സി നേടിയെടുത്തത് 21 ഗോളുകൾ. ഇത്തവണ മെസ്സിയും എംബാപ്പയും 8 ഗോളുകളുമായി തുല്യരായിരുന്നു. 3ാം സ്ഥാനക്കാർക്കുള്ള പ്ലേ ഓഫിൽ ശനിയാഴ്ച ഇംഗ്ലണ്ടിനെയാണ് എംബാപ്പയുടെ ഫ്രാൻസ് നേരിടുന്നത്. ബാഴ്സലോണയിൽ കളിക്കുകയും 29 വയസ്സുള്ളപ്പോൾ 2016-ൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത ഒരു താരം. അതെ, മെസ്സിയെ മറക്കാൻ പക്ഷെ ലോകത്തിന് കഴിഞ്ഞില്ല. 2014 ലോകകപ്പ് ഫൈനലിൽ ജർമ്മനിയോട് തോറ്റ അദ്ദേഹം 3 കോപ്പ അമേരിക്ക ഫൈനലുകളിലും അക്കാലഘട്ടത്തിൽ പരാജയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം 2 തവണ കോപ്പ കപ്പ് നേടിയെടുത്തു. 2022-ൽ മെസ്സി ഖത്തറിൽ ലോകകപ്പ് നേടിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന പോരാട്ടമെന്നാണ് ലോകം വിധിയെഴുതിയത്. എന്നാൽ എക്കാലത്തെയും ആ മികച്ച കളിക്കാരനെ കളിക്കളത്തിൽ നിന്ന് അർജന്റീന മാറ്റി നിർത്തിയില്ല. ലോകകപ്പ് ജേതാക്കളായ പെലെയും ഡീഗോ മറഡോണയേക്കാൾ മികച്ച കളിക്കാരനായി അയാൾ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. ലയണൽ മെസ്സി ജീവിതത്തിൽ 5 തവണയെങ്കിലും പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവർ പറയുന്നു. മെസ്സിയുടെ ജീവചരിത്രം എഴുതിയ സ്പാനിഷ് പത്രപ്രവർത്തകൻ കുറിക്കുന്നത് സ്വയം പുനർനിർമ്മിക്കപ്പെട്ട വ്യക്തിയാണ് മെസ്സിയെന്ന്. ഇത് അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പാകുമോ? 2030-ൽ ഇനി അടുത്ത ലോകകപ്പിന് ലോകം സാക്ഷ്യം വഹിക്കുമ്പോൾ മെസ്സിയുടെ പ്രായം 43. പ്രവചനങ്ങൾക്കതീതമാണ് മെസ്സിയുടെ ഓരോ നീക്കങ്ങളും. അതുകൊണ്ട് തന്നെ 2030-ലെ ലോകകപ്പിൽ മെസ്സി പങ്കെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. മെസ്സി സൃഷ്ടിച്ച അത്ഭുതമാണ് ഇന്നലെ ഇംഗ്ലണ്ടിൻ്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ തകർന്നു വീഴാനുള്ള കാരണം. ലയണൽ മെസ്സിയെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഇംഗ്ലണ്ട് അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്നു. 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ തങ്ങൾ കളിക്കുമെന്ന ആത്മവിശ്വാസം അവരിൽ തുടക്കം മുതൽ പ്രകടവുമായിരുന്നു. എന്നാൽ ഒരു മത്സരം തീരുമാനിക്കാൻ ലയണൽ മെസ്സിക്ക് കൂടുതൽ സമയം ആവശ്യമില്ല എന്ന് തെളിയിച്ചു കൊടുത്ത ഒരു മാച്ച്. 6 മിനിറ്റും 24 സെക്കൻഡും കൊണ്ട് അർജന്റീന നേടിയ 2 ഗോളുകൾ. ആന്റണി ഗോർഡന്റെ 2ാം പകുതിയിലെ ഗോൾ മറികടന്ന അർജന്റീനിയൻ അത്ഭുതം. ഒടുവിൽ അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെ 2-1 പരാജയപ്പെടുത്തി നിലവിലെ ചാമ്പ്യന്മാർ ഞായറാഴ്ച ഫൈനലിലെത്തുന്ന അത്ഭുത കാഴ്ച. 85-ാം മിനിറ്റിൽ നടന്ന ഒരത്ഭുതം. ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധക്കാർ തകർന്നു വീഴുന്ന കാഴ്ച.
മെസ്സിയുടെ വലതുകാലിൻ്റെ ക്രോസിംഗ് ഹെഡർ നൽകിയ അത്ഭുതമായിരുന്നു ആ ഗോൾ പിറവിയുടെ പിന്നിൽ. 1962 ബ്രസീലിന് ശേഷം ലോകകപ്പ് വിജയകരമായി നിലനിർത്തുന്ന ആദ്യ ടീമായി മാറാനുള്ള അർജന്റീനയുടെ സാധ്യത ഈ വിജയം നിലനിർത്തുന്നു. 1966 ലോകകപ്പ് നേടിയതിനു ശേഷം ആദ്യമായി ഫൈനലിലെത്താനുള്ള ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷയും ഇതോടെ അസ്തമിച്ചു. അറ്റ്ലാന്റയിൽ നടന്ന രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ലയണൽ മെസ്സിയുടെ വിജയാഹ്ലാദ പ്രകടനം. ആന്റൺ ഗോർഡൻ തൻ്റെ ആദ്യ ഗോൾ നേടി 3 ലയൺസിനെ മുന്നിലെത്തിച്ചിട്ടും അവർ പിന്നീട് തകർന്നു വീണു. അർജന്റീനയുടെ തിരിച്ചുവരവിൽ പ്രധാന പങ്ക് വഹിച്ചത് സൂപ്പർ താരം ലയണൽ മെസ്സി തന്നെ. ഒടുവിൽ സെമി ഫൈനൽ വിജയിച്ചു എന്ന റഫറിയുടെ വിസിൽ മുഴങ്ങിയപ്പോൾ അർജന്റീനയുടെ സന്തോഷത്തിന് അതിരുകളില്ല. അവരുടെ ഐക്കൺ മെസ്സിയും അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നില്ല. നിലവിലെ ചാമ്പ്യന്മാർ ഫൈനലിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആഘോഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തൻ്റെ സഹതാരങ്ങൾക്ക് വേണ്ടി ഒരു മികച്ച പ്രകടനം മെസ്സി പുറത്തെടുത്തു. ഒരു വിജയം കൂടി നേടിയാൽ അർജന്റീനയ്ക്ക് മറ്റൊരു ലോകകപ്പ് കിരീടം കൂടി അദ്ദേഹം സമ്മാനിക്കും. മത്സരത്തിന് ശേഷം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ പറഞ്ഞു, ലിയോ ഇപ്പോഴും ഉയർന്ന നിലവാരത്തിലാണ് പ്രകടനം നടത്തുന്നത്. കളിയുടെ ഭൂരിഭാഗവും ഞങ്ങളുടെ കളിക്കാർ ലയണൽ മെസ്സിയെ നന്നായി കൈകാര്യം ചെയ്തു. എന്നാൽ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ കളിക്കാരുടെ കാര്യത്തിൽ എപ്പോഴും എന്നതുപോലെ അവസാന 3-ാം സ്ഥാനത്ത് പന്ത് കൈവശം വയ്ക്കുമ്പോൾ അവർക്ക് പ്ലേ മേക്കർമാരാകാൻ കഴിയും. അത് അദ്ദേഹം ചെയ്തു. വ്യക്തമായും അദ്ദേഹം എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ചരിത്രത്താളുകളിൽ ഇതിനു മുൻപ് ആരും കൈവരിക്കാത്ത ഔന്നത്യത്തിലേക്ക് ലയണൽ മെസ്സി എന്ന അത്ഭുതം വീണ്ടും നടന്നു കയറുന്നു. ഇംഗ്ലണ്ടിനെതിരായ ആവേശകരമായ സെമി ഫൈനലിൽ അർജന്റീന നേടിയ 2-1 തകർപ്പൻ തിരിച്ചുവരവ് ലോകം ആഘോഷിക്കുകയാണ്. കേവലം ഒരു മത്സരമായിരുന്നില്ല ലോകം കണ്ടത്. ആഗോള ഫുട്ബോളിലെ എക്കാലത്തെയും മഹാനായ കളിക്കാരൻ എന്ന വിശേഷണം ഒരിക്കൽ കൂടി ചാർത്തിയെടുത്ത ചരിത്രത്തിൻ്റെ കളിക്കാരൻ. അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തുന്ന കൃത്യമായ ഫുട്ബോൾ കണക്കുകളുടെ ഒരു മഹാപ്രപഞ്ചം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. 39 വയസ്സും 21 ദിവസവും പ്രായമുള്ളപ്പോൾ ലോകകപ്പ് സെമി ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഔട്ട്ഫീൽഡ് താരമെന്ന അപൂർവ റെക്കോർഡും. മൈതാനത്ത് കണ്ടത് പ്രായത്തെ തോൽപ്പിക്കുന്ന യൗവനത്തിൻ്റെ വീര്യം. കളത്തിൽ 8.35 കിലോമീറ്റർ അയാൾ ഓടിത്തീർത്തു. ഈ ലോകകപ്പിൽ നിശ്ചിത 90 മിനിറ്റിൽ തൻ്റെ ഏറ്റവും ഉയർന്ന ദൂരം കണ്ട മത്സരമാക്കി അതിനെ മാറ്റി. ലോകകപ്പ് ചരിത്രത്തിൽ 33 മത്സരങ്ങളിൽ നിന്ന് 33 ഗോളുകൾ, അതിൽ 21 ഗോളുകളും 12 അസിസ്റ്റുകളും. ഈ പട്ടികയിൽ ലയണൽ മെസ്സിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയ്ക്ക് ലഭിച്ചത് 25 ഗോളുകൾ. ഇതിഹാസ താരം പെലേക്കും അപ്പുറത്തേക്ക് മെസ്സിയുടെ ആധിപത്യം കടക്കുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ആകെ 99 അവസരങ്ങൾ സൃഷ്ടിച്ച് മെസ്സി ഒന്നാമത് നിൽക്കുന്നു. 2-ാം സ്ഥാനത്തുള്ള അർജന്റീനയുടെ തന്നെ ഫുട്ബോൾ ദൈവം ഡിയാഗോ മറഡോണയ്ക്ക് വെറും 71 അവസരങ്ങൾ. അടുത്ത കളിയിൽ ഒരവസരം കൂടി സൃഷ്ടിച്ചാൽ ലോകകപ്പിൽ 100 അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ആദ്യ താരം എന്ന സമാനതകളില്ലാത്ത വിശേഷണം. 2022 ലോകകപ്പ് മുതൽ കളിച്ച തുടർച്ചയായ 11 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോളോ അസിസ്റ്റോ നേടി മെസ്സി തൻ്റെ റെക്കോർഡ് സ്ട്രൈക്ക് തുടരുകയാണ്. 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായി ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ. മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് എൻസോ ഫെർണാണ്ടസിനും ലൗതാരോ മാർട്ടിനസിനും മെസ്സി നൽകിയ അസിസ്റ്റുകൾ. ഇതൊരു പുതിയ കൂട്ടുകെട്ടിൻ്റെ കഥയാണ്. ഇംഗ്ലണ്ടുകാർ ദൈവത്തിൻ്റെ കൈ മാത്രമല്ല ഇടംകാലം കണ്ടു എന്ന് ലോകമാധ്യമങ്ങൾ. ആ 2 അസിസ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ വിധി കുറിക്കപ്പെട്ടു. മെസ്സിപ്പടയെ പൂട്ടാൻ വന്ന ഇംഗ്ലണ്ട് ഒടുവിൽ കണ്ണീരോടെ തോൽവിയിൽ മടങ്ങുന്ന കാഴ്ച. വീണ്ടും ഒരു അവിശ്വസനീയ തിരിച്ചുവരവോടെ അർജന്റീനിയൻ അത്ഭുതം. ശ്വാസം അടക്കിപ്പിടിച്ചിട്ടല്ലാതെ ആ അവസാന 15 മിനിറ്റ് കളിപ്രേമികൾ കണ്ടു തീർത്തിട്ടുണ്ടാവില്ല എന്നുറപ്പ്. ലോക ചാമ്പ്യന്മാരുടെ കംബാക്ക് അതായിരുന്നു ആ 15 മിനിറ്റുകൾ. മത്സരത്തിൻ്റെ ആദ്യ 11 പുറത്തു വന്നത് മുതൽ ടീമുകളുടെ നയം വ്യക്തമായിരുന്നു. മധ്യനിരയിൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്കാണ് ഇരു ടീമുകളും മുൻതൂക്കം കൊടുത്തത്. അർജന്റീന അവരുടെ മധ്യനിരയിലെ കരുത്തുറ്റ സാന്നിധ്യമായ റോഡ്രിഗോ ഡി പോളിനെ ബെഞ്ചിലിരുത്തി. പകരം ജൂലിയാനോ സിമിയോണിനെ കളത്തിലിറക്കി. ഇംഗ്ലണ്ട് നിരയിൽ 3 മാറ്റങ്ങൾ. റൈറ്റ് ബാക്ക് റീസെ ജെയിംസും മിഡ്ഫീൽഡർ മോർഗൻ റോജേഴ്സും ഫുൾ ബാക്ക് സ്പെൻസും ഇറങ്ങി. കളിയുടെ ആദ്യ 45 മിനിറ്റ് വെറും ഉന്തും തള്ളുമായി മാത്രം അധംപതിച്ചു.
പിന്നീട് കണ്ടത് അത്ഭുതത്തിൻ്റെ നിമിഷങ്ങൾ. ആദ്യ 30 മിനിറ്റിൽ ഇരു ടീമുകൾക്കും ലക്ഷ്യത്തിലേക്കൊരു ഷോട്ട് പോലും പായിക്കാൻ കഴിഞ്ഞില്ല. തുടർച്ചയായ ഫൗളുകൾ കാരണം മത്സരം ഇടയ്ക്കിടെ തടസ്സപ്പെട്ടു. 37-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയെ ഫൗൾ ചെയ്തതിന് ഇംഗ്ലണ്ടിൻ്റെ മധ്യനിര താരം എലിയറ്റ് ആൻഡേഴ്സൺ മത്സരത്തിലെ ആദ്യ മഞ്ഞക്കാർഡ് കണ്ടു. ഇംഗ്ലണ്ട് ആവട്ടെ വിങ്ങുകളിലൂടെ കൂടുതൽ ആക്രമണം നടത്താൻ ഉറച്ച് 2 ഫുൾ ബാക്കുകളെ ടീമിലെടുത്താണ് കളത്തിലിറങ്ങിയത്. എന്നാൽ വിചാരിച്ചതുപോലെ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ മാത്രം, അപകടകരമായ നീക്കങ്ങൾ വിരളം. മധ്യനിരയിൽ സമാനമായിരുന്നു സ്ഥിതി. അർജന്റീനയുടെ ഇടതു വിങ്ങിലെ ദൗർബല്യം മുതലെടുത്ത് അവർ കളിച്ചു നോക്കി. എന്നാൽ ഫൈനൽ തേർഡിൽ മികച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒരു ലെഫ്റ്റ് വിങ്ങർ ഇല്ലാത്തത് മെസ്സിപ്പടയെ ഈ മാച്ചിലുടനീളം തളർത്തി. ആദ്യ പകുതി നിരാശ മാത്രം സമ്മാനിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ ഗോളടി ലക്ഷ്യമിട്ട് ഇരു ടീമുകളും കളത്തിലിറങ്ങുന്നു. ഒട്ടേറെ മുന്നേറ്റങ്ങൾ നടത്തി ഇരു ടീമുകളും വാശിയേറിയ മത്സരം പുറത്തെടുത്തു. ഒടുവിൽ 47-ാം മിനിറ്റിൽ ഹൂലിയൻ ആൽവരസിൻ്റെ ഷോട്ട് ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് രക്ഷപ്പെടുത്തുന്നു. എന്നാൽ 55-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ഗോളെത്തി. മുന്നേറ്റം ശക്തമാക്കാൻ അർജന്റീന പകരക്കാരെ കളത്തിലിറക്കി. ഇതോടെ വിങ്ങുകളിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി. നിക്കോ ഗോൺസാലസ് വന്നതോടെ ഇടതു വിങ്ങും ശക്തമായി. ചുരുക്കത്തിൽ മെസ്സിക്ക് കൃത്യമായ സ്പേസ് ലഭിച്ചത് അപ്പോൾ മാത്രം. പിന്നീട് ആ താരം കളം നിറഞ്ഞു കളിച്ചു. പിന്നീട് മെസ്സി മാജിക്കിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വലതു വിങ്ങിലെ അർജന്റീനിയൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇംഗ്ലീഷ് താരങ്ങൾ നന്നായി ബുദ്ധിമുട്ടി. 85-ാം മിനിറ്റിൽ മെസ്സി ഒരുക്കിയ പാസിൽ നിന്ന് കിടിലിനൊരു ലോങ് റേഞ്ചിലൂടെ എൻസോ ഫെർണാണ്ടസ് വലകുലുക്കി. 1-1. ഇഞ്ചുറി ടൈമിൻ്റെ 2-ാം മിനിറ്റിൽ മെസ്സിയുടെ ക്രോസിന് തലവെച്ച് ലൗട്ടാരോ മാർട്ടിനസ് വിജയ ഗോൾ കുറിച്ചു. അറ്റ്ലാന്റ സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്ന കാഴ്ച. അർജന്റീന ഫൈനലിലേക്ക് ഇംഗ്ലീഷ് പടഞ്ഞെട്ടി. മെസ്സിയുടെ 2 അസിസ്റ്റുകൾ ഇംഗ്ലീഷുകാരുടെ ഹൃദയം തകർത്തു. വിസ്മയം സൃഷ്ടിച്ചാണ് അവർ മടങ്ങിയത്. ത്രില്ലർ ഗർജന്റീന എന്ന് സ്റ്റേഡിയം മുഴങ്ങുമാറ് കേൾക്കട്ടു. ഇനി ഞായറാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. സ്പെയിനിൻ്റെ തന്ത്രങ്ങളും അർജന്റീനയുടെ വേഗതയും തമ്മിലുള്ള പോരാട്ടത്തിന് കളിപ്രേമികൾ കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.